വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ SMECT ഒരുക്കിയിട്ടുണ്ട്. ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഒന്ന് മാത്രം മതി. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് കോഴ്സ് വെറും 6 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. ആഗ്രഹമുള്ളവർ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും, കർക്കിടക രാശിയിൽ ബുധനും സൂര്യനും, ചിങ്ങത്തിൽ കേതുവും, കന്നിയിൽ കുജനും, തുലാം രാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് 12 രാശികളിലായിട്ട് സഞ്ചരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ച് പറയാം. ഇതൊരു പൊതുവായ ഫലമാണ്. തുലാം രാശിയിലുള്ള ചിത്തിര 3-4 പാദം, ചോതി വിശാഖത്തിൻ്റെ 1-2-3 പാദം, ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തുലാം ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനസ്ഥിതി കൊണ്ട് ശരീരത്തിനും മനസ്സിനുമൊക്കെ നല്ല സുഖമുണ്ടാക്കുന്ന പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടും. ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിക്കും. അതുമാത്രമല്ല ദൈവിക കാര്യങ്ങളിൽ അതേപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി തക്ക സമയത്ത് ഉപകാരമൊക്കെ ചെയ്യും. പൊതുവേ ഈ രാശിക്കാർ എൻജോയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നിലായിരിക്കും. അടിക്കടി യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ യാത്രയിൽ സുഖ സൗകര്യങ്ങൾ നന്നായി നോക്കുന്ന ഒരാൾക്കാരാണ്. എന്താണെങ്കിലും അത് ലക്ഷറി ആയിരിക്കും. അന്യനാട്ടിൽ പോയാലും അവിടെയും തൻ്റെ സ്വന്തം നാട് പോലെയൊക്കെയാണ് പെരുമാറുക. എല്ലാവരോടും വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ഒരു സ്വഭാവക്കാരായതുകൊണ്ട് എവിടെ ചെന്നാലും അവിടെ ഒരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. പിന്നെ ആഭരണങ്ങൾ അണിയാനൊക്കെ വലിയ താല്പര്യമാണ് ഇവർക്ക്. പിന്നെ കലാ സാഹിത്യത്തോടൊക്കെ എപ്പോഴും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകും. ഭക്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഈ മാസം ദേവാലയ ദർശനങ്ങൾ ഒക്കെ നടത്തുവാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. ഈ മാസം സുഖത്തിനും സന്തോഷത്തിനും മാത്രമേ മുഖ്യത്വം കൊടുക്കുകയുള്ളൂ. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. കലാരംഗത്തൊക്കെ കഴിവ് തെളിയിച്ച് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ തക്കതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സുഖ സൗകര്യങ്ങളിൽ മാത്രമല്ല കർമ്മത്തിലും വളരെ നല്ല ഉയർച്ച ഉള്ള ഒരു മാസം തന്നെയാണ്. സൂക്ഷ്മബുദ്ധിയും സംയോജിതമായ ഇടപെടലുകളും കൊണ്ട് കർമ്മമേഖലയെ വളരെയധികം പുഷ്ടിപ്പെടുത്തിയെടുക്കും. ജോലിയിൽ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യും. ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കൊക്കെ യോഗമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ്. പിന്നെ പുതിയതായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കാണെങ്കിൽ പുതിയ ജോലി കിട്ടാൻ അനുകൂലമുള്ള സമയം തന്നെയാണ്. തൊഴിൽകാരകനായ ശനി സൂര്യനൊക്കെ കർമ്മഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്
തൊഴിൽ സ്ഥാനാധിപനായ വ്യാഴത്തിൻ്റെ ഭാഗ്യഭാവസ്ഥിതിയും പുതിയ ജോലി കിട്ടാൻ വളരെ അനുകൂലമുള്ളൊരു സമയം തന്നെയാണ്. ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ധനവരവുണ്ടാകും, അതോടൊപ്പം തന്നെ ശുഭമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഇവർക്കുണ്ടാകും. ഇവരുടെ ചിന്തകൾ എപ്പോഴും സുഖജീവിതത്തെക്കുറിച്ചും എൻജോയ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ ആയിരിക്കും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്കായിട്ടോ ശുഭകാര്യങ്ങൾക്കായിട്ടോ ഉള്ള ചെലവുകളൊക്കെ ഉണ്ടാകും. വാക്കുകൾക്ക് അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ കിട്ടും. ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള ചെലവുകളും കാണുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന എല്ലാവിധ പരിശ്രമങ്ങളിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന മുന്നേറ്റമൊക്കെ ഉണ്ടാകും. അയൽക്കാരുമായിട്ടൊക്കെ വളരെ രമ്യതയിൽ പോകുന്ന ഒരു മാസം കൂടിയാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. പിന്നെ സഹോദരങ്ങളുടെ ആരോഗ്യനില വളരെ തൃപ്തികരം തന്നെയാണ്. സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീട് കെട്ടാൻ ഈ മാസം അനുകൂലം തന്നെയാണ്. സ്ഥിര സ്വത്തുക്കൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വീട് കെട്ടാനുള്ള യോഗവും പിന്നെ വാടക മൂലം വരുമാനം, പഴയ വീട് പുതുക്കി പണിയുക എന്നിങ്ങനെയുള്ളവയൊക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങളാണ് കാണുന്നത്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരോടൊക്കെ നല്ല ബന്ധത്തിൽ പോകാൻ കഴിയും. പിന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും ഉണ്ട്. ജോലിക്ക് ശ്രമിക്കുന്ന സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നു. സന്താനങ്ങളാൽ ധനവരവിനുണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില ഈ മാസം മധ്യമമായിട്ടാണ് കാണുന്നത്. കാൽപാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ് യോഗം കാണുന്നത്. കടം, വഴക്ക്, കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മാസം സമയം അനുകൂലം തന്നെയാണ്. പിന്നെ ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. ഈ രാശിയിലുള്ള സ്ത്രീകൾക്ക് ഈ മാസം വിവാഹം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും. സമൂഹത്തിൽ നിന്ന് അകന്നു കഴിയണമെന്ന തോന്നലാണ് ഇവർക്ക് ഉണ്ടാവുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ധനലാഭം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ദൈവാനുഗ്രഹവും പൂർവികരുടെ അനുഗ്രഹവും ഒക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. പിതാവിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും അനുഭവിക്കാൻ കഴിയും. പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവുമുണ്ട്. പിതാവിൻ്റെ ആരോഗ്യനിലയാണെങ്കിൽ മധ്യമമായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. അതേസമയം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇവർക്ക് വലിയ ഉത്സാഹവും ഉണ്ടാകും. കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മ ബുദ്ധി ഉപയോഗിക്കും. തൊഴിൽ നിർവഹിക്കുവാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടാകും. തൊഴിലിൽ ആരുമായും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും തൃപ്തി കുറവ് തോന്നും. പിന്നെ സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കും. ഉറ്റമിത്രങ്ങൾ, മരുമക്കൾ എന്നിവരെ കൊണ്ട് ചില വിഷമങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗം കൂടി കാണുന്നുണ്ട്. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.